നാടിനെയാകെ ഭീതിയിലാക്കി വയനാട്ടിൽ ഇന്ന് സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊന്നു. മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം കാപ്പി പറിക്കാൻ പോയ രാധയെയാണ് കടുവ കടിച്ചു കൊന്നത്. കടുവ ഭക്ഷിച്ച നിലയിൽ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തിയത്. സങ്കടകരമായ ആ വാർത്തയിലേക്ക്. ഈ കാണുന്ന ഭാഗത്തു നിന്ന് 150 മീറ്റർ മാത്രം അകലെ രാവിലെ 11 മണിയോടുകൂടിയാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. വനംവകുപ്പ് വാച്ചറായ ഭർത്താവ് അച്ചപ്പൻ രാധയെ 8:30 സ്കൂട്ടറിൽ ഇവിടേക്ക് എത്തിച്ചു. കാപ്പിക്കുരു പറിക്കാൻ വേണ്ടിയാണ് രാധ എത്തിയത്. തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ഏതാനും ദൂരം വനത്തിനുള്ളിലൂടെ കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയി. മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിലാണ്. മൃതദേഹം വളരെ അവസ്ഥയിലാണ്. അതായത് കയത്തിന് മുകളിലോട്ടില്ല, തലഭാഗമില്ല, അതുപോലെ ബാക്ക് സൈഡില്ല. ഇവിടുന്ന് കറക്റ്റ് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടില്ല. ഒരു മുടിയുടെ ഒരു കഷ്ണം മാത്രം ഇവിടുന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ പുറം ഇല്ല, ഇങ്ങനെ പുറത്തിന്റെ ഒരു പീസും ഇല്ല. ആ ഒരു കണ്ടീഷനിലാണ് അവിടെ മൃതദേഹം കിടക്കുന്നുണ്ട്. നാട്ടുകാരും തണ്ടർബോൾട്ട് സംഘവും മൃതദേഹം പ്രിയദർശിനി എസ്റ്റേറ്റിലെത്തിച്ചു. സംഭവസ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇതിനിടെ കടുവയെ വീണ്ടും കണ്ടുവെന്ന് നാട്ടുകാർ. അപ്പോൾ ഒരു ഗർജനം പോലെ കേട്ടു, ഒരു ഗ്രറെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ പരിസരം എല്ലാം വായിച്ച് ലേശം നീങ്ങുമ്പോഴത്തേക്കും പുള്ളി ചാടി എണീച്ച്. കടുവ അവിടെ തന്നെ ഉണ്ട്. ക്ഷീണമാണ്, ഭയങ്കര ശരീരം കൊട്ടിയിട്ടാണ്, നല്ല ഹൈറ്റാ. ബേഗൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള പ്രദേശമാണ് പഞ്ചാരക്കൊല്ലി. ഒരു ഭാഗം വനം, കാപ്പി തേയിലത്തോട്ടങ്ങൾ മറുഭാഗത്ത്. വന്യമൃഗശല്യം രൂക്ഷമെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.